കൈകൾ നെഞ്ചുതിപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ അനുഭവിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ വചനങ്ങൾ അവർക്ക് നൽകി. അഥവാ ഈശോ പറയുന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന അങ്ങ് എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് നൽകി. കർത്താവേ, അവരെ സത്യത്താൽ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഈശോയെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങ് സത്യത്താൽ അങ്ങ് അവരെ സംരക്ഷിക്കണമേ. കർത്താവേ, ഇപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ്, ഉടമ്പടി എടുത്തിട്ട് കർത്താവ് ഈ നിമിഷം നീ വരും, അടുത്ത നിമിഷം വരുമെന്ന് നിന്നെ കാത്തുകാത്തിരുന്ന് കണ്ണു നൊന്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ വരാതിരിക്കുമ്പോഴേ, നീ വരുന്നില്ലെങ്കിൽ കർത്താവേ ഇവർ വെണ്ണീറായി പോകുന്നുള്ള വലിയ സത്യം കർത്താവേ ഈ അൾത്താറയിൽ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവേ ഞാൻ നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കാൻ കർത്താവേ, നീ വരുന്നില്ലെങ്കിൽ, നീ വൈകിയാൽ കർത്താവേ അങ്ങനെ മക്കൾ കർത്താവേ വെണ്ണീറായി പോകും. കർത്താവേ, നീ ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ച കാരുണ്യം, അങ്ങനെ അവകാശം ഓഹരിമാകുന്ന ഇസ്രായേൽ ജനത്തോട് നീ കാണിച്ച കാരുണ്യം കർത്താവേ, ഈ കാര്യങ്ങൾ നിന്റെ നാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ നീ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്പെടുത്താവുന്ന വലതുകരം അത്ഭുതകരം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കണ്ടേ, ഒരുമിച്ച് ശ്രദ്ധിക്കണ്ടേ കർത്താവ്. നിന്റെ വലിയ ശക്തി കർത്താവ് മക്കളെ കൊടുക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിപ്പിണർ പോലെ കർത്താവേ, വൈദ്യ ആക്കാലം പോലെ കർത്താവ്, ദൈവിക ശക്തി കർത്താവ് ആകാശം പിളർന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോ, അങ്ങയുടെ ചൈതന്യം കർത്താവ്, അങ്ങയുടെ ശക്തി കർത്താവ്, അങ്ങയുടെ തിരുമുറവാറുന്ന വലതുകരം ഓരോ മകൻ്റെ പേരും ഓരോ മകളുടെ പേരും കർത്താവ് വ്യക്തി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ അടിപ്പിണർ പോലെ, ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ അടിപ്പിണർ പോലെ, വൈദ്യുത ആക്കാലം പോലെ ദൈവികമായ ശക്തി ഇറങ്ങി വസിക്കട്ടെ കർത്താവ്. രോഗത്തിൻ്റെ സൗഖ്യ പിണരുകൾ കർത്താവ് ഇപ്പോഴും മക്കൾ അനുഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്ന. പേശികളുടെ വേദന ഉള്ളവരെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, സർവാംഗം കർത്താവ്, വിസർപ്പ രോഗമുള്ളവർ കർത്താവ്, സോറിയാസിന്റെ രോഗമുള്ളവർ കർത്താവ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മൃഗനെ ചൂടിയവനെ, തിമിർമാർന്ന മരുന്നുകരം ഓരോ മകൻ്റെ വേണ്ടി വെക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ്, നിന്റെ മുടി ഇഴകൾ പോലും ഓരോന്നും കർത്താവ് ഒന്നൊഴിയാതെ എണ്ണിയിരിക്കുന്നു പറഞ്ഞ കർത്താവ്. ഞങ്ങളെ സ്വന്തം പുത്തനെ നൽകി സ്നേഹിക്കാൻ പോകുന്ന ഞങ്ങളെ പുത്തനോടൊപ്പം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സമത്വം നൽകുന്ന നല്ല ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അടി പിണറുകൾ കർത്താവ്, രോഗത്തിൻ്റെ സൗഖ്യത്തിൻ്റെ പിണറുകൾ കർത്താവ്. ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഓരോ ആന്തരിക അവയവങ്ങൾ, പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, RSS രോഗികൾ, ശ്വാസകോശ രോഗികൾ കർത്താവ്, കരൾ രോഗികൾ കർത്താവ്, തൈറോയ്ഡ് രോഗികൾ കർത്താവ്, സ്പോണ്ടിലോസിസ് രോഗികൾ, പിൻകഴുത്തിൽ വേദനയുള്ളവർ, അസ്ഥി രോഗികൾ, നടുവിൽ ചെരിഞ്ഞവർ കർത്താവ്, മുതുകിന് മുഴയുള്ളവർ, സർവാംഗം മുഴയുള്ളവർ കർത്താവ്, വാതരോഗികൾ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഒരു വാക്കുമതി, ഒരു വാക്കുമതി, എനിക്കതു മതിയേ, ഒരു വാക്കുമതി, എനിക്കതു മതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് തുടയിൽ ചിരങ്ങ് പോയി വരുന്നവരുണ്ട്, തുടയുടെ ഉള്ളിലുള്ള ലിഗമെന്റുകൾ പൊട്ടിയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ ചില പേശികൾ പേശിക്ക് ബലം ക്ഷയിച്ചവരുണ്ട്. ഇടത് തുടയിലെ പേശിയുടെ ബലം ക്ഷയിച്ചവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. അതുപോലെ തന്നെ മുട്ടനും തുടയ്ക്കും ഇടയിലുള്ള പേശികളും ഞരമ്പുകളും കർത്താവ് അത് പ്രവർത്തിക്കാതെ മരവിച്ചിരിക്കുന്നതിനെ പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അവരെല്ലാം കർത്താവ് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. കൈയടിച്ച് കർത്താവ് പോരാത്തവരാണ് എന്റെ കൂടെ
നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുറയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കുമതി എനിക്കതു മതിയേ. 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 കർത്താവിൻ്റെ വലിയ പ്രസരിയും വലിയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത്. ഒരമ്മ കുഞ്ഞിൻ്റെ താടിയിൽ തൊട്ടുകൊണ്ട് ആ കുഞ്ഞിൻ്റെ താടിയുടെ വലതുവശത്ത് താടിയുടെ താഴെ ഒരു മുഴയുള്ളതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കും. മകൻ്റെ ഊവ അമ്മ ഈശോ അപ്പ മാറ്റി തരുമെന്ന് പറയും. ആ കുഞ്ഞിനെ ഈശോ ഇപ്പോഴ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വാക്കുമതിയേ എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. എന്റെ പുറയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുറയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. But only say the word. സദാധിപൻ പറഞ്ഞ കാര്യമാണ്. But you only say the word and I shall be healed. അതായത് നീ ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടിൽ കിടക്കുന്ന ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളുമെന്ന്. യേശുവിനെ തിരിച്ചറിയുന്നവരെ ഇവിടെ നിന്ന് കർത്താവ് ഒരു വാക്ക് പറയും. നീ വീട്ടിൽ ചെല്ലുമ്പോൾ നീ എന്തിനു വേണ്ടി കർത്താവിന് അമ്മമാതാ പ്രത്യക്ഷപ്പെട്ട് ഇടത്ത് വന്ന് കണ്ണീരിട്ടോ ദൈവ പൈതലെ, നീ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ അടയാളം നീ കാണുമെന്നാണ് കർത്താവിൻ്റെ വചനങ്ങളിലുള്ളത്. ഒരു വാക്ക് മതി, നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കത് അനുഭവിക്കാൻ കഴിയുമെന്ന് കർത്താവെ, ശതാധിപനെ പോലെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഈ വിശ്വസിക്കുന്ന മക്കളുടെ കർത്താവെ, നിന്റെ തിരുമുറുമാറുന്ന വലതുകരം വെക്കണമേ, ആണിപ്രതാറുന്ന അത്ഭുതകരം വെക്കണമേ. എൻ്റെ കർത്താവെ, ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി, ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കൾ വേദനപ്പെടുന്നുവോ, ആ വേദനപ്പെടുന്ന സാഹചര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ കർത്താവെ, നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് നീ പറഞ്ഞില്ലേ കർത്താവെ, Isaiah 42:3-5 നീ പറഞ്ഞില്ലേ കർത്താവെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞില്ല കർത്താവെ. കർത്താവെ, ഈ മക്കളുടെ കൂടെ കർത്താവെ അങ്ങ് പോകുന്നതിന് പകരം ഉടമ്പടിയിലൂടെ അങ്ങ് സഞ്ചാരി മാതാവായി പരിശുദ്ധ അമ്മയെ തന്നെ വിട്ടുകൊണ്ട് 10,000 സാക്ഷ്യം പറയുന്ന അനുഗ്രഹത്തിൻ്റെ ഈ വലിയ കാലഘട്ടത്തിൽ കർത്താവ് അതിൻ്റെ അവകാശികളാകാൻ ഓഹരിയാകാൻ കർത്താവ് അങ്ങനെ മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. തീർത്ഥാടനത്തിരിക്കുന്നവരെയും ഓൺലൈനിൽ ഇരിക്കുന്നവരെയും അവരെന്തെല്ലാം വിഷയത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന കർത്താവ്, അതെല്ലാം സ്മരിച്ചിക്കട്ടെ. അതിൻ്റെ ബന്ധനങ്ങൾ, അതിൻ്റെ എല്ലാവിധ തകർച്ചകൾ, അതിൻ്റെ എല്ലാവിധ തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ. കണ്ണുകളടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വളരെ ദൈവികമായ ഒരു നിമിഷങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളെയാണ് അൾത്താരയിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ഇല്ലായ്മകളും പരിശുദ്ധ അമ്മയുടെ കപ്പാസിറ്റിയിലും കഴിവിലും യോഗ്യതയിലും ആരാധന തിരുസന്നിധി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ
നിന്റെ ഉടമ്പടി സങ്കടങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്ന സമർപ്പിക്കുന്ന വലിയ സമയമാണ്. നീ ശാന്തമായി പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിന്റെ കണ്ണീരോടെ നീ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നീ സ്വരത്തി പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിന്റെ ഓരോ ആവശ്യങ്ങളും ഉടമ്പടി വിഷയങ്ങൾ നീ പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ലെങ്കിൽ നീ സ്വന്തമായി സ്തുതിക്കുകയോ നിന്നെ സ്വന്തമായിട്ട് കരയുകയോ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ ദൃശ്യത്തിൽ നിന്റെ കണ്ണുനീര് വീഴട്ടെ. കർത്താവെ, അങ്ങനെ മക്കളുടെ അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ മക്കൾ ഇപ്പോഴും ഓൺലൈനായിട്ടും ഇപ്പോൾ ഇവിടെ തീർത്ഥാടനത്തിലും അനേകം മക്കൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഇനി ഒരു അടി മുന്നോട്ട് വെക്കാൻ ഇല്ലെന്ന് ഈ ലോകത്ത് അറിയാവുന്ന അങ്ങ് മാത്രമാണ് കർത്താവേ. ഈശോ, അവരുടെ പഴയകാല ജീവിതമോ എന്തു തന്നെയായാലും അത് കാര്യമാക്കണ്ട എന്ന് നീ പറഞ്ഞു കർത്താവേ. കർത്താവ് ഐസയ 43:18 നീ പറഞ്ഞു, പഴയ കാര്യങ്ങൾ നീ കാര്യമാക്കണ്ട, ഇതൊരു പുതിയ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് കർത്താവേ. അതുപോലെ കർത്താവേ, പുതിയ കാര്യമായി ആ ജനതകളുടെ പാപങ്ങൾ, ജനതകളുടെ പഴയത്തിലുള്ള നന്ദിക്കേടുകൾ, അവരുടെ തരത്തിലുള്ള അലംഭാവങ്ങൾ ഒന്നുമേ കണക്കിലെടുക്കാതെ ഈ കാലത്ത് കർത്താവേ എല്ലാം മായ്ച്ച് നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഞങ്ങളുടെ പാപം പോലും മായ്ച്ച് കളഞ്ഞുകൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് സ്വന്തമാക്കി ഞങ്ങളുടെ പൊന്നുതമ്പുരാനെ നിന്റെ കൃപയാൽ അങ്ങനെ മക്കളുടെ കണ്ണുനീരിന്റെ കാരണങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം തുറക്കണമേ കർത്താവേ, സ്വർഗം തുറക്കണമേ കർത്താവ്. ദിവ്യകൃപാനയുടെ ശക്തി, ദൈവിക കൃപയായി ഓരോ മകന്റെ മേലെ, ശരീരത്തിന്റെ മേലെ, ജീവിതത്തിന്റെ മേലെ, കുടുംബത്തിന്റെ മേലെ, ജീവിതത്തിന്റെ വഴികളിലെ മേലെ, തടസ്സങ്ങളുടെ മേലെല്ലാം കർത്താവ് രക്തം പടരട്ടെ. എല്ലാ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശുദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. എനിക്കതു മതി, ഒരു വാക്കു മതി, എനിക്കതു മതി, ഒരു വാക്കു മതി, എനിക്കതു മതി, ഒരു വാക്കു മതി, എനിക്കതു മതി. വീണ്ടും കണ്ണുകൾ അടച്ചുകൊണ്ട് ഉടമ്പടിയിൽ വെച്ച വിഷയങ്ങളുടെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്തുകൊണ്ട് നമ്മുടെ ജീവിത സങ്കടങ്ങളെ സമർപ്പിക്കുന്ന ദിവ്യകാരുണ്യ ആരാധന നിമിഷങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടി തീവ്രമായ ഭക്തിയോടെ ചേർന്നിരിക്കാം. കർത്താവെ, വിവാഹം ഇതുവരെ ഒത്തുവരാത്ത മക്കളുണ്ട് കർത്താവ്, ആ മക്കളുണ്ട് ഈശോയെ, അതുപോലെ പെൺമക്കളുണ്ട് കർത്താവെ. ഈശോയെ, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ, സാമ്പത്തികമായ കടങ്ങളെ കൊണ്ട് കർത്താവെ പല കടുങ്കൈ പോലും ചെയ്യേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് ഭയപ്പെടുന്ന മക്കളുടെ കർത്താവെ, എന്താണൊരു വഴിയെന്ന് ഒരു പിടിയും പിടിയും ഇല്ലാത്തവരെ ജപ്തി നടപടിക്കാർ കർത്താവ്, അകലങ്ങളിൽ ദൂരങ്ങളിൽ കുടുംബം വിറ്റുചുട്ട് മക്കളെ ജോലിക്ക് വേണ്ടി വിട്ടവരെ, പഠിക്കാൻ വേണ്ടി വിട്ടവരെ, അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടാതെ കർത്താവ് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാതെ അവരവിടെ ജീവിക്കുന്നുണ്ട് കർത്താവ്. ഈശോ, ഇൻ്റർവ്യൂവിന് ചെയ്യുന്ന ഓരോ ഇൻ്റർവ്യൂവും തോറ്റുപോവുകയും ചെയ്യുന്ന ഓരോ ഇൻ്റർവ്യൂ പണം നഷ്ടപ്പെടുകയും അവർക്ക് ഭക്ഷണത്തിലുള്ള പണം അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കടക്കാരെ കൊണ്ട് മാറാതെ കർത്താവ് എവിടെയെങ്കിലും പോയി ഒളിക്കാൻ വേണ്ടി തോന്നുന്ന നാണം കെട്ട് കർത്താവ്, ഈ ജീവിതത്തിൽ എന്നെപ്പോലെ നാണം കെട്ടവരാരുമില്ല, ഇതുപോലെ ഒരു അവസ്ഥ ഞാൻ വന്നു പെട്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് കർത്താവെ കണ്ണീരോടെ അങ്ങേ അവസാനത്തെ അഭയം പോലെ അങ്ങേ അഭയം പ്രാപിക്കുന്ന മക്കളെ കർത്താവെ, ഇവിടെ തടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷങ്ങളുടെ ശക്തിയാൽ, ഇവിടെ അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ ശക്തിയാൽ ഇവിടെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന, ആ ആരാധന പങ്കെടുത്ത മക്കൾ നടത്തിയിട്ടുള്ള ഓരോ തരത്തിലുള്ള സൽപ്രവൃത്തികൾ, വീണ്ടെടുപ്പ് പ്രവൃത്തികൾ, അതുപോലെ തന്നെ കൃപാപര പ്രവൃത്തികൾ, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങൾ, എല്ലാ പ്രവർത്തന അടിസ്ഥാനത്തിൽ മാർഗ തടസ്സങ്ങൾ, തീരാ ദുരിതങ്ങൾ, ഇന്ന് വരെ ഉടമ്പടി എടുത്തിട്ടുള്ള, ഇന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ തടസ്സങ്ങളും, എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, സൗഖ്യം സൗഖ്യം
കൂപ്പി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നറിയാമോ? ഈ ആഴ്ചയിൽ, ഈ മാസത്തിൽ നിർണായകമായ തീയതികളുള്ളവരുണ്ടാകും. ചിലപ്പോൾ പരീക്ഷാ തീയതി ആകും, ചിലപ്പോൾ വിസ ഇൻ്റർവ്യൂ ആകാം, ചിലപ്പോൾ വസ്തു ലേലമാകാം, ചിലപ്പോൾ വീട് വാങ്ങാൻ വന്നവരെ അഡ്വാൻസ് തന്നിട്ട് പിന്നെ അവർ വിളിച്ചെടുക്കാത്തവരാകാം, അവർ തരുമോ വീടെടുക്കുമോ ഇല്ലേ എന്നറിയാൻ പറഞ്ഞാൽ വിഷമിക്കുന്നവരാകാം. ഇങ്ങനെ ഈ ഡേറ്റുകളെല്ലാം നിങ്ങൾ ഓർക്കണം. ഇപ്പം മാതാവിനെ നിങ്ങൾ സമയത്ത് ഏൽപ്പിക്കണം. ബൈബിൾ എഴുതിയിട്ടുള്ള സമയവും സമയത്തിൻ്റെ പകുതിയും കർത്താവ് അവൾക്ക് അധീനമാക്കിയിട്ടുണ്ടെന്ന്. അതുപോലെ നിൻ്റെ സമയങ്ങൾ ദൈവത്തിനെ ഏൽപ്പിക്കുക. സഭഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുമ്പിലാണ് നീ ഈ മാധ്യസ്ഥ പ്രാർത്ഥന വെക്കണമെന്ന് ഓർക്കണം ദൈവവേദരെ. അപ്പം നിന്നെക്കുറിച്ചുള്ള ബാധ്യതകൾ ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ച് കാണും, ചിലപ്പോൾ നിനക്കാകണമെന്നില്ല, നിൻ്റെ അമ്മമാർക്കാകാം, അപ്പന്മാർക്കാകാം, ചിലപ്പോൾ രോഗികളാകാം, അങ്ങനെ ചിലപ്പോൾ ഒരു ബയോപ്സി പറഞ്ഞു കാണും, ചിലപ്പോൾ ഒരു എക്സ്റേയോ സ്കാനിങ്ങോ പറഞ്ഞു കാണും. ആ ഡേറ്റുകൾ നീ ഓർക്കുക. ചിലപ്പോൾ ലേലത്തിൻ്റെ തുക ഓർക്കുക, ചില പരീക്ഷ ഓർക്കുക, ചിലപ്പോൾ റിസൾട്ട് വരുന്ന ദിവസമാകാം. അത് ആ ദിവസം നീക്ക് നോക്കി പാർത്തിരിക്കണത്. ആ ദൈവം ആ സമയത്തെ ഏറ്റെടുക്കട്ടെ. ദൈവം ആ സമയത്തെയും ആ സംരംഭത്തെയും പൂർണ്ണമായി പരിശുദ്ധാമ നിനക്ക് വേണ്ടി നിൻ്റെ അവിടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൻ്റെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ ഏറ്റെടുക്കുന്ന സമയമാണ്. കണ്ണീരുടെ പ്രാർത്ഥിക്കട്ടെ, സ്വരത്തെ പ്രാർത്ഥിക്കട്ടെ, ശക്തമായി പ്രാർത്ഥിക്കട്ടെ, ദൈവത്തിൻ്റെ കൃപ കിട്ടോടും പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ദാസൻ കർത്താവ് 143 സങ്കീർത്തൻ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ അങ്ങയുടെ ഒരു ദാസൻ അങ്ങയുടെ ഒരു യജമാനൻ്റെ കൈകളിലേക്ക് എന്നതുപോലെ, ഒരു ദാസി അവരുടെ സോമനിയുടെ കൈകളിലേക്ക് എന്നതുപോലെ ദൈവമായ കർത്താവേ ഞാൻ ഇവ വെട്ടാതെ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ സങ്കീർത്തൻ 34:10 പറഞ്ഞിരിക്കുന്നു, നിന്നെ നോക്കുന്ന ഒരു കർത്താവ് പ്രകാശിതരാകുന്ന കർത്താവ്. ഇരുട്ടുമൂടി കിടക്കുന്ന സാമ്പത്തിക ഇരുട്ടുകൾ, രോഗത്തിൻ്റെ ഇരുട്ടുകൾ, ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടുകൾ, ഡൈവേഴ്സുകൾ, വിവാഹമോചനങ്ങൾ, കള്ളക്കേസുകൾ, പോസ്കോ കേസുകൾ, ജയിലിൽ കിടക്കുന്നവർ, ലേലങ്ങനോട് എല്ലാ ഇരുട്ടുമാതികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇരുട്ടുകൾ മാറട്ടെ. യേശു ക്രിസ്തു നാമത്തെ ജീവിതം പ്രകാശിക്കപ്പെട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ ജീവിതം പ്രകാശിക്കട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് യേശു നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ മനസ്സാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. മുട്ട നിൽക്കുക. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനത്തിൽ നിലനിന്നുകൊണ്ട് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിച്ച് നിത്യമഹത്വം കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ. എൻ്റെ പേര് സന്ധ്യ. ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 10/10/2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായി അമ്മ മാതാവും തിരുകുമാരനും ഇടയാക്കിയതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ഞാനൊരു 13 വർഷമായി ഒരു ലൂപ്പസ് എന്ന് പറയുന്ന രോഗത്തിന് മരുന്ന് കഴിക്കുകയായിരുന്നു. ഞാൻ ആദ്യം അത് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്താണ് അസുഖം എന്നുള്ളത്. ഒരു 7-8 വർഷമായി തലയിലൊരു കറുത്ത പാട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യം അതൊന്നും വക വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പേര് അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എനിക്കൊരു ജോലി കിട്ടിയപ്പോഴാണ് ഞാൻ മഹാരാഷ്ട്രയിലൂടെ താമസം മാറിയത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെന്ന് പറയാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എല്ലാ പ്രശ്നവും ഞാൻ എൻ്റെ അമ്മയും പപ്പയാണ് വിളിച്ച് പറയാറുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ വയ്യായിക വന്ന സമയത്ത് ഞാൻ അമ്മയും പപ്പയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. പക്ഷെ ആ സമയത്താണ് എൻ്റെ തല ഈ കറുത്ത ഭാഗം പൊട്ടുകയും അവിടെ നിന്ന് പഴുപ്പ് പുറത്തു വരികയും ചെയ്തത്. ഞാൻ അപ്പോൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മുടെ തലയുടെ ഭാഗത്ത് ഒത്തിരി ഞരമ്പ് വരുന്നതാണ്, അപ്പോൾ കോമ സ്റ്റേജിലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് ഞങ്ങൾ 3 പേര് അടങ്ങുന്ന ഒരു ഫാമിലിയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല. അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പത്തോളജിൽ ടെസ്റ്റിന് കൊടുക്കാം. റിസൾട്ട് വന്നു. 2 പ്രാവശ്യം ആ സ്ഥലം കറുത്ത് വന്ന ഭാഗം ഓപ്പറേഷൻ ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ അത് ലൂപ്പസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഒരു കാലത്തും ഞാൻ മരിക്കുന്നത് വരെയും മെഡിസിൻ എടുക്കണം, അതും സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ് തന്നെ ഞാൻ മെഡിസിൻ എടുക്കണം എന്നാണ് പറഞ്ഞത്. എനിക്ക് ഒരിക്കലും ആ മെഡിസിനിൽ നിന്നൊരു മോചനം കിട്ടത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ 10-ാം തീയതി ഇവിടെ വന്നു. ഇവിടെ വരാനും ഒരു അത്ഭുതമാണ്. ഞാൻ പെട്ടെന്ന് ചെറിയ കാര്യത്തിൽ പോലും ടെൻഷൻ അടിക്കുന്നൊരു വ്യക്തിയാണ്. ചെറിയൊരു പൈസക്കടം ആവട്ടെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഫീസിൻ്റെ കാര്യമാകട്ടെ, അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. ഞാൻ പാക്കിംഗ് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് പോലെയാണ് വരുമാനം കിട്ടുന്നത്. ആ വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് രോഗാവസ്ഥ വന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് വെയിലത്തൊന്നും പോകാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളുടെ കാര്യം, എനിക്ക് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടായി. ആ സമയത്ത് ഞാൻ ഇവിടെ വന്നു. വരുന്നതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട്, പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായി. ആരോട് പറയും, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ സങ്കടങ്ങൾ പോലും പറയാൻ ആരുമില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു 150 കിലോമീറ്റർ ചുറ്റളവിൽ, ഞാനൊരു മലങ്കര കാത്തലിക്കാണ്. പക്ഷേ അവിടെ പള്ളിയിൽ പോകാനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. ഞാൻ എല്ലാ നൊയമ്പും നോക്കും, പക്ഷേ കുർബാന കാണുന്നതെല്ലാം മൊബൈൽ വഴിയാണ് ഞാൻ എല്ലാം നൊയമ്പ് നോക്കുന്നതും കുർബാന കാണുന്നതും. പക്ഷേ ഞാൻ ഇവിടെ വന്ന പിറ്റേ ദിവസം എനിക്ക് മാതാവിൻ്റെ കൃപയാൽ, അനുഗ്രഹത്താൽ എന്നും ഞാൻ അവിടെ ആ വഴി കൂടെയാണ് എന്ന് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ 10 വർഷമായി കാണാത്തൊരു പള്ളി നമ്മുടെ അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അന്ന് മുതൽ ഞാൻ ഇന്ന് വരെയും, ഞാൻ ഇന്ന് ഉടമ്പടി എടുത്തിട്ട് 3.5 മാസം ആകുന്നു. ഞാൻ ഇന്ന് വരെ ഞാൻ ആ പള്ളിയിൽ പോയി, അവിടെ പോയി എൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം, ഞങ്ങൾക്ക് അവിടെ ചേരാനുള്ള പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ വീട് പൂട്ടി ഞാൻ ഇറങ്ങുന്നത് വരെയും ഇവിടെ മാതാവിൻ്റെ നടയിൽ വരണമെന്ന് ചിന്തിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം, 2 ദിവസം മാറി നിൽക്കണം, മനസ്സിനൊരു സമാധാനം കിട്ടണം എന്നൊരു ചിന്തയിൽ വന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഞാൻ വീട് പൂട്ടി ഇറങ്ങുന്ന സമയത്ത് വഴിമധ്യേ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, ഞാൻ എന്തിനാണ് എൻ്റെ വിഷമം എൻ്റെ മാതാപിതാക്കളോട് പറയുന്നത്? അതേസമയം ഞാൻ കൃപാസനത്തിൽ പോയി എൻ്റെ അമ്മയോട് എൻ്റെ സങ്കടം മുഴുവനും പറഞ്ഞാൽ അമ്മ കേൾക്കുമല്ലോ. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് വണ്ടി കയറി എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ ആക്കിയിട്ടാണ് വന്നത്.
ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുക്കാൻ പറ്റി. അന്നൊരു ദിവസം എനിക്ക് ഇവിടെ തങ്ങേണ്ടി വന്നു. ഞാനിവിടെ മഠത്തിൽ സിസ്റ്റേഴ്സിൻ്റെ കൂടെ തങ്ങി. ഞാൻ പിറ്റേ ദിവസം ഉടമ്പടി എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി. പോകുന്ന വഴിമധ്യേ ഒരു ചേട്ടൻ്റെ കാലിൽ ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ചോദിച്ചു, ചേട്ടാ ഇത് എന്ത് പറ്റിയതാണ്? അപ്പോൾ പറഞ്ഞു, ഒത്തിരി നാളായി എൻ്റെ കാലിങ്ങനെ ഇൻഫെക്ഷൻ ഉള്ളതാണ്, ഞാൻ അങ്ങ് ബോംബെയിൽ എന്തോ ജോലി ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ആ പത്രം എടുത്ത് ആ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ അന്നാണ് ആദ്യമായി പത്രം, നമ്മുടെ ഉടമ്പടി പത്രം ഞാൻ ആ ചേട്ടന് കൊടുക്കുന്നത്. അന്ന് കൊടുത്തു. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ഇറങ്ങിയപ്പോൾ ഞാൻ വന്നൊരു വ്യക്തി ആയിരുന്നില്ല ഇവിടെ. കാരണം എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് വിളിച്ച് എൻ്റെ സങ്കടങ്ങൾ പറയണമെന്ന് ഓർത്ത് വന്ന ഞാൻ ഈ മാതാവിനെ കണ്ടപ്പോൾ എനിക്ക് ഒരു സങ്കടവും തോന്നിയില്ല. ഞാൻ അല്പം പോലും കരഞ്ഞില്ല. അതാണ് ഒന്നാമത്തെ കാരണം. ഞാൻ അല്പം പോലും കരഞ്ഞില്ല. ഇവിടുന്ന് സന്തോഷത്തോടെ ഞാൻ തിരിച്ചു പോയി. വീട്ടിൽ പോയി ഓരോ പ്രശ്നങ്ങളും ഞാൻ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നുണ്ട്, നീ ഉടമ്പടി ചെയ്തതല്ലേ, മാതാവിൻ്റെ കയ്യിലല്ലേ ഏൽപ്പിച്ചിട്ടല്ലേ വന്നത്, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? ഈ പൈസ കടം എന്തിനാ നീ ആലോചിച്ച് വെറുതെ ആവശ്യമില്ലാത്ത തിങ്ക് ചെയ്ത് കൂട്ടുന്നത് എന്താണെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരാൾ പറയാനായിട്ട് തുടങ്ങി. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്, ഞാൻ ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരാനായി തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഉടമ്പടിയിലാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ സായന പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ചൊല്ലാനായി തുടങ്ങി. അതുവരെ ഞങ്ങളുടെ വീട്ടിൽ നിരന്തരമായുള്ള കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വല്ലപ്പോഴും ചൊല്ലും, ചിലപ്പം വിട്ടുപോകും. പക്ഷേ ഇവിടെ ഉടമ്പടി വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് നമ്മൾ പ്രാർത്ഥന ചൊല്ലാനായി തുടങ്ങി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മലയാളം അറിയത്തില്ല, പക്ഷേ എന്നാൽ പോലും എൻ്റെ ഇപ്പോൾ എല്ലാ പ്രാർത്ഥനയും തുടങ്ങുന്നതും പറഞ്ഞു ചൊല്ലിത്തരുന്നതും എൻ്റെ ഈ മക്കളാണ്. അവർ കാണാതെ എല്ലാം പഠിച്ചു. അവരാണ് എനിക്ക് ഇപ്പോൾ ചൊല്ലിത്തരുന്നത്. ഞങ്ങൾ മൂന്നുപേരും കൂടെ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്. ഞാൻ വന്ന് 19-ാം തീയതി ഉടമ്പടി പുതുക്കി. പക്ഷേ ഞാൻ വരാനൊരു കാരണം ഉണ്ടായിരുന്നു. എൻ്റെ ഇത് മൂത്തൊരു കുഞ്ഞിന് ഒരു 9 മാസമായി അവൻ ബ്ലഡ് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു. അപ്പം ആദ്യമൊക്കെ അവൻ നെഞ്ചിൻ്റെ വലതുവശത്ത് പിടിച്ചിട്ടാണ് വേദന എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഹാർട്ട് സംബന്ധമായ എല്ലാ പ്രശ്നവും ടെസ്റ്റ് ചെയ്തു. എല്ലാ റിസൾട്ടും നെഗറ്റീവ് ആയിരുന്നു. വേറെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ 1, 2, 3 പ്രാവശ്യം വൊമിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എൻഡോസ്കോപ്പി എടുക്കാനായിട്ട് വിട്ടു. എൻഡോസ്കോപ്പി എടുത്തപ്പോൾ ആഹാരം കഴിക്കുന്ന ട്യൂബ്, നമ്മൾ ആഹാരം പോകുന്ന അന്നനാളത്തിലോട്ട് എത്തുന്ന ട്യൂബ് കട്ടായി ഫുഡ് പുറത്ത് വരുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആമാശയത്തിൽ കട്ടുണ്ട്. പുറമെ അവന് ഇൻഫെക്ഷൻ ഉള്ളത് കാരണം 4-5 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് എന്നെ വീട്ടിൽ വിടാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കാണിച്ചത്. അവിടുത്തെ ഫീസ് എൻ്റെ കയ്യിൽ താങ്ങുന്നതായിരുന്നില്ല. എന്നാലും കുഞ്ഞിനെ കാണിച്ച് പൂർണ്ണമായി വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിൽ ഞാൻ അവിടെ തന്നെ കാണിച്ചു. പക്ഷേ വീണ്ടും രാത്രിയായപ്പോൾ മകൻ വീണ്ടും ബ്ലഡ് വൊമിറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ഇനി ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ വലിയൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, ഞാൻ ഇത്രയും ഒരു ഡോക്ടർ ഇവിടെ നമുക്കുള്ളപ്പോൾ ഞാൻ എന്തിനാണ് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്? ആ രാത്രി 10 മണിക്ക് തന്നെ എൻ്റെ റിസ്കിൽ ഞാൻ എഴുതി വെച്ചു. ഞാൻ അവിടെ ഗോവയിൽ വന്നു. ഗോവയിൽ നിന്ന് വണ്ടി കയറി ഞാൻ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ അമ്മയുടെ നടയിൽ എൻ്റെ മോനെ കൊണ്ടുവന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, മാതാവേ, നീ ഉണ്ണീശ്വരനെ ഏറ്റുവാങ്ങിച്ചതാണ്, നീ തന്ന മക്കളാണ് എൻ്റെ ഈ മക്കൾ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും ഇല്ലാതെ നീ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് എൻ്റെ മകന് നിയോഗം വച്ചിട്ടാണ് ഞാൻ പോയത്. ഇന്ന് ഒരാഴ്ച മെഡിസിൻ കഴിച്ചു. ഇപ്പോൾ ഇന്നലെ വീണ്ടും എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പി റിസൾട്ട് വന്നതിന് ശേഷം ബയോപ്സിക്ക് വിടാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടപ്പം തന്നെ നമ്മുടെ നല്ല ജീവൻ പോയി. പക്ഷേ എനിക്ക് മാതാവിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച സമയത്ത് മോൻ പറയുന്നുണ്ട്, അമ്മ, അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വയറിനകത്ത് ആരോ പ്രസ് ചെയ്യുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അമ്മ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, നമ്മൾ ഉടമ്പടി പുതുക്കിയപ്പം തന്നെ നിൻ്റെ കാര്യം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിനക്ക് ഒരു പ്രശ്നവും വരത്തില്ല, നമുക്ക് ധൈര്യമായിട്ട് പോയി ഓരോ ടെസ്റ്റ് ചെയ്യാമെന്ന്. ഇന്നലെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി ബയോപ്സി എൻഡോസ്കോപ്പി ചെയ്തു. എൻ്റെ മകന് ഒരു കുഴപ്പമില്ല, റിസൾട്ട് എല്ലാം നോർമലാണ്. എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബയോപ്സിക്ക് പോകേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് ഡോക്ടറിൻ്റെ പെർമിഷൻ ഇല്ലാതെ തിരിച്ചു പോകരുതെന്ന് പറഞ്ഞതാണ്.
എന്നാൽ ആ പറഞ്ഞ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, അമ്മയ്ക്ക് ഇന്ന് വേണമെങ്കിലും സന്തോഷത്തോടെ തിരിച്ചു പോകാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് എനിക്ക് അമ്മയെ കാണിക്കണമെന്ന് തോന്നി, സാക്ഷ്യം പറയണം തോന്നി. ഞങ്ങൾ പോകുന്നതിന് മുമ്പും തലേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയെ മാതാവേ ഞങ്ങൾ നാളെ എൻഡോസ്കോപ്പി എടുക്കാൻ പോകുമ്പം എൻ്റെ കുഞ്ഞിന് 3 പ്രാവശ്യം ചെയ്തതാണ്, അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, എൻ്റെ അമ്മ തന്നെ നിന്ന് ചെയ്തു കൊടുക്കണം, അവൻ പോലും അറിയാതെ എൻഡോസ്കോപ്പി എടുക്കണം. എന്നാൽ അവന് ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായില്ല. മോൻ സന്തോഷത്തോടെ പോയി എൻഡോസ്കോപ്പി എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ വന്നു. ഡോക്ടർ സന്തോഷകരമായ വാർത്ത പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. എനിക്ക് ഇതിലല്ലാതെ തന്നെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് നൽകിയിട്ടുണ്ട്, ചെറുതും വലുതുമായി. എൻ്റെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി സ്തുതിയും കോടാനുകൂടി ഞാൻ നിറവേറ്റുന്നു.